തിരുവനന്തപുരം വെള്ളറടയിൽ വാഹനാപകടം ഉണ്ടായി. മിനി ലോറിയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റുവെന്ന് ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. അപകടത്തിന്റെ CCTV ദൃശ്യങ്ങൾ പ്രേക്ഷകരെ ഞാൻ കാണിച്ചു തരാം. എത്ര അപകടം പിടിച്ച യാത്രകളാണ് നമ്മുടെ നിരത്തിൽ എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അത് ആ ദൃശ്യം ഒരിക്കൽ കൂടി പ്രേക്ഷകർ കാണുക. ഇതാണ് സംഭവിച്ചത്. സലീം മാലിക് തിരുവനന്തപുരത്ത് വിശദാംശങ്ങളുമായി ചേർന്നു. സലീം, നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രീതിയിലുള്ള ഒരു അപകടമാണ് സംഭവിച്ചിരിക്കുന്നത്. തീർച്ചയായും അതൊരു വലിയ അപകടം. അത് രണ്ട് കൂട്ടരുടെയും ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ അമിത വേഗതയിലായിരുന്നു ആ ലോറി വന്നത് എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. അതുപോലെ തന്നെ ബൈക്കിൽ ഈ ട്രിപ്പിൾസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2 പേരായിരുന്നില്ല, 3 പേരായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല ആ 3 പേരും ഹെൽമറ്റ് ധരിച്ചിരുന്നുമില്ല. അങ്ങനെ 2 പേരുടെയും ഭാഗത്ത് പിഴവുണ്ടായിട്ടുണ്ട്. ഈ അമിത വേഗതയിലെത്തിയ മിനി ലോറി അത് എതിർ ദിശയിൽ നിന്ന് വരുന്ന ബൈക്കിനെ അവരുടെ തന്നെ ട്രാക്കിലേക്ക് കയറി ഇടിക്കുകയായിരുന്നു. അത് പേടിപ്പിക്കുന്നൊരു അപകടവുമാണ്. ഈ അപകടം നടന്ന സ്ഥലം കടുക്കുറ എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നും ആനപ്പാറ ഭാഗത്തേക്ക് വരുന്ന സ്ഥലത്തിനിടയിലുള്ളൊരു പ്രദേശമാണ്. വലിയ വേഗതയിൽ ഈ ബൈക്കുകാർ ഹെൽമെറ്റ് വെച്ചിരുന്നില്ലെങ്കിലും വലിയ വേഗതയിലായിരുന്നില്ല. അതേസമയം ഈ മിനി ലോറി വലിയ വേഗതയിലായിരുന്നു എന്ന് മാത്രമല്ല, അപകടമുണ്ടായതിനു ശേഷം 200 മീറ്ററിലധികം മുന്നോട്ട് പോയതിനു ശേഷം മാത്രമാണ് ആ ലോറിക്ക് ബ്രേക്ക് കൃത്യമായി കിട്ടി അതിന് ആ വശത്തേക്ക്, റോഡിൻ്റെ ഒരു വശത്തേക്ക് ഒതുക്കാൻ കഴിഞ്ഞത്. ആ ദൃശ്യങ്ങൾ, ആ CCTV ദൃശ്യങ്ങൾ തന്നെ ആ ലോറി ഈ അപകടമുണ്ടായി ഇവർ തെറിച്ചു വീണതിന് ശേഷവും വളരെ ദൂരം മുന്നിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാനും കഴിയും. അതിനുശേഷം ഈ അപകടമുണ്ടായി എന്നറിഞ്ഞ് ബ്രേക്കിംഗ് നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് ആ 200-300 മീറ്റർ അപ്പുറത്തേക്ക് മാത്രം നിർത്താൻ കഴിയുന്ന രീതിയിൽ അത്രയും വേഗതയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനുശേഷം സമീപത്തെ നാട്ടുകാരാണ് ഇവരെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചത്. പ്രദേശത്തെ ആശുപത്രിയിലാണ് ആദ്യം, വെള്ളറടയിലെ സാമൂഹികാരോഗ്യ കേന്ദ്രത്തിലാണ് ആദ്യം ഇവരെ പ്രവേശിപ്പിച്ചത്. അതിന് പിന്നാലെ പരിക്ക് ഗുരുതരമായതിനാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് ഇവരെ മാറ്റിയിട്ടുണ്ട്. വെള്ളറട പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് കേസും എടുത്തിട്ടുണ്ട്. സലീം മാലിക്കാണ് വിവരങ്ങൾ നൽകിയത്. ഹമീദ് ഒരു സന്ദേശം അയച്ചെങ്കിൽ SK നിങ്ങൾ പോലീസിൻ്റെ മനോവീര്യം കെടുത്തല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരിക്കലും കേരള പോലീസിനെ ഏറ്റവും ബഹുമാനത്തോടെ കാണുന്ന ഒരു മാധ്യമപ്രവർത്തകനാണ് ഞാൻ. എത്രയോ നല്ല ഓഫീസേഴ്സ് ഉള്ള ഒരു സേനയാണ് നമുക്കുള്ളത്. എത്രയോ നല്ല കേസുകൾ ഒരുപക്ഷെ CBI പിടിച്ചെടുക്കുന്നതിനേക്കാളും മുമ്പ് കുറ്റവാളികളെ കയ്യാൻ വയ്ക്കാൻ കഴിഞ്ഞിട്ടുള്ള പോലീസ് സേനയാണ്. എന്നാൽ ഈ പോലീസ് സേനയിൽ തന്നെ ഇങ്ങനെയുള്ള ആളുകളും കയറിയിട്ടുണ്ട്. അതുപോലെ ചില ആൾക്കാർ പറഞ്ഞു ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്, അതുകൊണ്ട് നമ്മൾ ഈ ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞാൽ അത് തന്നെ ഇപ്പോൾ ഒരു നീണ്ട നിരയായി. അങ്ങനെ ഒറ്റപ്പെട്ടെന്ന് പറയുന്നത് ഈ വാവിട്ട് നിലവിളിച്ച ഈ അഖില എന്ന പെൺകുട്ടിയോട് നമുക്ക് പറയാൻ പറ്റും, മോളെ ക്ഷമിച്ചേക്ക്, ഇതൊരു ഒറ്റപ്പെട്ട സംഭവമാണ്. നമുക്കാരെങ്കിലും നഷ്ടപ്പെടുമ്പോൾ മാത്രമേ നമുക്കതിൻ്റെ ബുദ്ധിമുട്ട് മനസ്സിലാവൂ. നമ്മുടെ വീട്ടിലാണ് ഇത് നടന്നതെങ്കിൽ എന്ന് ആലോചിച്ചാൽ നിങ്ങൾക്ക് കാര്യം എളുപ്പമാകും. ഇനി ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് നമ്മൾ ഈ കൊലപാതകത്തെ ന്യായീകരിക്കാൻ പോകണ്ട. അതിനൊന്നും ആളെ കിട്ടില്ല നമ്മുടെ നാട്ടിൽ.